ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായി ആയുർവേദം മാറുന്നതായി കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ. ആയുർവേദത്തെ ഇന്ന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നതായും മോഹൻ കുന്നുമേൽ പറഞ്ഞു. ഡെറാഡൂണിൽ ആയുർവേദ കോൺഗ്രസിൽ ജനൻ ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ആയുർവേദ കോൺഗ്രസിൻ്റെ 10ാമത്തെ എഡിഷൻ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാന നഗരിയായ ഡെറാഡൂണിൽ പുരോഗമിക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ സമ്മേളന വേദിയിൽ ചേരുന്നത് കേരള ആരോഗ്യ സർവകലാശാലയുടെ VC ആയിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമേലാണ്. സാറേ നമസ്കാരം. ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോക ആരോഗ്യ രംഗത്തെ ശക്തിപ്പെടുത്തുവാൻ ആയുർവേദത്തെ പ്രാപ്തമാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നുള്ളതാണ്. ഈ ഒരു 10ാമത് ആയുർവേദ കോൺഗ്രസിൻ്റെ പ്രാധാന്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് ആയുർവേദം. അവിടെ മനുഷ്യൻ്റെ ജീവിതചര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രോഗം വന്നാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന ഒരു സമ്പൂർണ്ണ ജീവിതചര്യയാണ് ആയുർവേദം. ഈ ആയുർവേദം സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ നിലവിലുണ്ട്. ഭാരതത്തിലുള്ള മിക്കവാറും എല്ലാ ജനങ്ങളും ഉപയോഗിച്ചിരുന്നു അതുമാണ്. അതിനുശേഷമാണ് ഈ വിവിധ വൈദ്യശാസ്ത്രങ്ങൾ വരുന്നതും സയൻസിൻ്റെയും മറ്റുമൊക്കെ വികസനത്തിന് ശേഷം മോഡേൺ മെഡിസിൻ വരികയും മോഡേൺ മെഡിസിനിൽ കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായി നോക്കിക്കാണുകയാണ്. അപ്പോൾ അത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിപ്ലവത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇത്രയധികം ആളുകളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന സംവിധാനം അതിന് പ്രയോജനമുണ്ടായിരുന്നുകൊണ്ടാണല്ലോ അത് നാട്ടിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഈ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് നിലനിന്നിരുന്നത് എന്നും അതിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ് എന്നും ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഫറൻസിൻ്റെ പ്രസക്തി അതാണ്. ആയുർവേദത്തിനെ ഗ്ലോബൽ പൊസിഷനിങ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് പറയുന്ന ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD ലോക ആരോഗ്യ സംഘടന പുറപ്പെടുവിക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ 11ാമത്തെ എഡിഷൻ ഇപ്പോൾ ഇറങ്ങി. ഈ 11ാമത്തെ എഡിഷനിൽ ആദ്യമായിട്ട് ആയുർവേദ രോഗത്തിൽ പറയുന്ന രോഗങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് മെഡിസിനും ഇന്ത്യൻ മെഡിസിനായ ആയുർവേദവും ICD-11 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആയുർവേദം ഇല്ലാതെ, ചൈനീസ് മെഡിസിൻ ഇല്ലാതെ ലോകത്തിലെ രോഗത്തിനെക്കുറിച്ചിട്ടുള്ള നിർണയങ്ങൾ, ചികിത്സ എന്നിവ നടത്താൻ കഴിയില്ല എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലോബൽ പൊസിഷനിങ് ആണ് ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. ആയുർവേദത്തിലെ വിവിധ കൺസെപ്റ്റുകൾ ഇതൊക്കെ തന്നെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അറ്റോമിക് തിയറിയുടെ അടിസ്ഥാനത്തിൽ, മോളിക്കുലർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ജനറ്റിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ അത് ആയി ബന്ധപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള വളരെ വിദഗ്ധന്മാർ, ആയുർവേദ വിദഗ്ധന്മാർ മാത്രമല്ല, ബയോകെമിക്കൽ ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റേഡിയോളജിസ്റ്റാണ്. റേഡിയോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഈ കാണുന്ന ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണ് റേഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്നത്. അത്തരം ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ ആയുർവേദത്തിലും വരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. ഈ 10ാമത്തെ എഡിഷൻ ആഹ്വാനം ചെയ്യുന്നത് ആയുർവേദത്തിൻ്റെ ദിശയിൽ ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഒപ്പം ഈ അലോപ്പതിയും ആയുർവേദവും അത് ഒരുമിച്ച് ചേർന്ന് പോകൽ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അതിനകത്ത് ഒന്ന്, ഡിജിറ്റലൈസേഷൻ ലോകത്തിലെ എല്ലാ രംഗത്തും വരികയാണ്. ഡിജിറ്റലൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് വരികയാണ്. അത് ആയുർവേദത്തിലും വരികയും ചെയ്യും. അലോപ്പതി എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. കാരണം അലോപ്പതി എന്നൊരു ശാസ്ത്രം ഇന്ന് ഒരിടത്തും നിലവിലില്ല. ലോകത്തൊരിടത്തും അലോപ്പതി ഇല്ല. അത് പണ്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ്. ഇന്നുള്ളത് മോഡേൺ മെഡിസിനാണ്. മോഡേൺ മെഡിസിൻ അലോപ്പതിയിൽ നിന്നാണ് ഉയർന്നത് എന്നുള്ളത് പറയാം. പക്ഷേ അതുകൊണ്ട് അത് അലോപ്പതി അല്ല. സോ മോഡേൺ മെഡിസിൻ ഈസ് എക്സിസ്റ്റിംഗ് ആൻഡ് ഈ മോഡേൺ ടെക്നോളജിയാണ് ഇപ്പം ആയുർവേദത്തിലും ഉപയോഗിക്കാൻ പോകുന്നത്. അതനുസരിച്ച് ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നതോടുകൂടി ആയുർവേദം വിൽ ബി എ പൊസിഷൻഡ് ഇൻ എ ഗ്ലോബൽ സിറ്റുവേഷൻ. ലോകത്തിലെ ഏറ്റവും മികവാർന്ന ഒരു ചികിത്സാ രീതിയായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്.
നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഏതാണ്ട് 22ഓളം പാരമ്പര്യ വൈദ്യന്മാർ കണ്ടിരുന്നു. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം പൊതുവെ ഉയർന്നു വന്നൊരു ആരോപണം, കേരളത്തിൽ ഈ പാരമ്പര്യ വൈദ്യത്തിന് വലിയ തോതിലുള്ളൊരു പ്രാധാന്യം അവിടെ ലഭിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ ഉള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. അതിനോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? അല്ല, ഇതിനകത്ത് നമ്മൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമത്തിനകത്ത് നിന്ന് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ രോഗ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അതിന് കൗൺസിലുകളുണ്ടാകും, നിശ്ചിത യോഗ്യതകളുണ്ടാകണം, ആ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പാരമ്പര്യ വൈദ്യന്മാരെ ഏത് രീതിയിൽ പെടുത്തും എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാർ അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള ആളുകൾ കൃത്യമായ നിശ്ചിത ക്വാളിഫിക്കേഷൻ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഈ ശാലകളും അവർ മെഡിക്കൽ കോളേജുകൾ പോലും, ആയുർവേദ മെഡിക്കൽ കോളേജുകൾ പോലും അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള ആളുകളൊക്കെ തന്നെ പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പാരമ്പര്യ വൈദ്യൻ എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനെക്കുറിച്ച്, അവരുടെ യോഗ്യതയെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും. അപ്പം ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ കഴിവുകളെ കണ്ടെത്തുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്യുന്ന സംവിധാനം നടക്കുന്നുണ്ട്. ആരോഗ്യ സർവകലാശാല കൂടി നടത്തുന്നുണ്ട്. പക്ഷേ ഒരാൾ പെട്ടെന്ന് ഞാൻ പാരമ്പര്യ വൈദ്യനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചികിത്സിക്കാൻ വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് നിയന്ത്രണം എന്നുള്ളൊരു പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അപ്പോൾ അതുപോലെ ചികിത്സിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. ഇപ്പോൾ പാരമ്പര്യ വൈദ്യന്മാർക്ക് രജിസ്ട്രേഷൻ കൊടുത്തിരുന്നു. ഈ പുതിയ കോഴ്സുകൾ വരുന്നതിന് മുമ്പ് അവരെല്ലാം രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും പാരമ്പര്യ വൈദ്യൻ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൽ സാങ്കേതികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, ഒന്ന് ഈ വിജ്ഞാൻ ഭാരതിയുടെ നേതൃത്വത്തിൽ ഈ ആയുർവേദ കോൺഗ്രസ് ആരംഭിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഇതിപ്പോൾ 10 അധ്യായങ്ങൾ എത്തുമ്പോഴേക്കും വലിയൊരു മത്സരം വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടേക്ക് കൊണ്ടുവരാൻ അടുത്ത സമ്മേളനം ഇന്ന സംസ്ഥാനങ്ങളിൽ വേണം, കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ഇനിഷ്യേറ്റീവ് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? തീർച്ചയായിട്ടും അടുത്തത് കേരളത്തിലാകണമെന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന നില കേരളത്തിലാണ്. ഇവിടുത്തെ എക്സിബിഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം, എക്സിബിഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പാർട്ടിസിപ്പൻസ്, ഏറ്റവും വലിയ സ്റ്റാളുകൾ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രസക്തി ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ളത് സംഘാടക സമിതി തീരുമാനിക്കും.